ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാണുന്നവരൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയേ. അപ്പോൾ ഇന്നത്തെ ഓപ്പണിങ്സ് ഉണ്ടല്ലോ, സിദ്ര ഹോസ്പിറ്റലിന്റെ ആണ്. അടിപൊളി ഓപ്പണിങ്സ് ആണ് എല്ലാം കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ വേക്കൻസി സീനിയർ സ്പെഷ്യലിസ്റ്റിന്റെ ആണ്. സീനിയർ സ്പെഷ്യലിസ്റ്റ് EMR ചേഞ്ച് സർവീസ് എന്നാണ് ആ പോസ്റ്റിന്റെ പേര് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതെന്താന്ന് വെച്ചാൽ EMR ചേഞ്ച് സർവീസ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി സപ്പോർട്ട് ഫോർ ദി വേരിയസ് സിദ്ര EMR ആപ്ലിക്കേഷൻസ്. അപ്പം ഇത് EMR ചേഞ്ച് സർവീസ്, അപ്പോൾ സപ്പോർട്ട് EMR ആപ്ലിക്കേഷൻ, അതാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ കേട്ടോ. അപ്പോൾ സീനിയർ സ്പെഷ്യലിസ്റ്റിന്റെ പോസ്റ്റാണ് EMR ചേഞ്ച് സർവീസ്. അതിന്റെ കുറെ റിക്വയർമെന്റ്സും കീ റോൾസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അവരതിന്റെ സൈറ്റിൽ പറയുന്നുണ്ട്. ലീഡ് ദ ഡെവലപ്മെന്റ് ഓഫ് വേരിയസ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ്. അതുപോലെ തന്നെ കുറെ സ്കിൽസ്, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി ഇൻ IT ഓർ റിലേറ്റഡ് ഫീൽഡ്. അപ്പം IT-യിലുള്ള ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ആണ് അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ്. എക്സ്പീരിയൻസ് 7+ ഇയേഴ്സ് ഓഫ് വർക്കിംഗ് ആ സ്പെഷ്യലിസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. അങ്ങനെയാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ. അപ്പം പിന്നെ കുറച്ച് സ്കിൽസ് ഒക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നോളജ് ഓഫ് സിസ്റ്റം ഡെവലപ്മെന്റ് മെത്തഡോളജി, പ്രൊജക്ട് മാനേജ്മെന്റ്, സിസ്റ്റം ആർക്കിടെക്ചർ ആൻഡ് അനാലിറ്റിക്കൽ പ്രോബ്ലം സോൾവിംഗ് സ്കില്. അങ്ങനെ ഈ പോസ്റ്റിന് വേണ്ട റിക്വയർമെന്റ്സ് ഒക്കെ അവർ അതിനകത്ത് ഓരോന്നായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി പ്ലസ് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ ചെന്ന് നോക്കാം കേട്ടോ. സീനിയർ സ്പെഷ്യലിസ്റ്റ് EMR ചേഞ്ച് സർവീസ്, അതാണ് ആ പോസ്റ്റിന്റെ പേര് കേട്ടോ. പിന്നെ അടുത്തത് നേഴ്സസിന്റെ ആണ് കേട്ടോ. ക്ലിനിക്കൽ നേഴ്സ് PICU, അതാണ് പോസ്റ്റിന്റെ പേര്. നേഴ്സ് PICU. അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് 4 ഇയേഴ്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ഇയേഴ്സ് ഉള്ള ബാച്ചിലർ ഡിഗ്രി പ്ലസ് അത് പിന്നെ പറയുന്നുണ്ട് രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രിഫേർഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, അപ്പോൾ PG ആണ് പ്രിഫർ ചെയ്യുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, പിന്നെ അവർ റിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ നേഴ്സസിന്റെ വേക്കൻസി. ക്ലിനിക്കൽ നേഴ്സ് PICU ഇന്നാണ് അവർ വീണ്ടും റിന്യൂ ചെയ്തിരിക്കുന്നത്, 27/10/2025. അതുപോലെ തന്നെ ക്ലിനിക്കൽ നേഴ്സ് NICU ക്ലിനിക്കൽ നേഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഇന്നാണ് റിന്യൂ ചെയ്തിരിക്കുന്നത്, 27/10/2025. അതിന്റെ റിക്വയർമെന്റ്സ് അവർ പറയുന്നത് റിക്വയർമെന്റ്സ് NICU ക്ലിനിക്കൽ നേഴ്സാണ്. എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് 4 ഇയേഴ്സ് പറയുന്നുണ്ട്. രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 വർഷം 2+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവരൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ അവർ റിന്യൂ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. 27/10/2025 അവർ പിന്നെ റിന്യൂ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ആ പോസ്റ്റ് ഫില്ലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി BSc നഴ്സിംഗും 2 വർഷത്തെ എക്സ്പീരിയൻസും QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളവരൊക്കെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. 2 പോസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ നേഴ്സ് PICU, ക്ലിനിക്കൽ നേഴ്സ് NICU. പിന്നെ അടുത്തത് റിസർച്ച് സ്പെഷ്യലിസ്റ്റ് IV ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ബയോളജി ഓർ റിലവന്റ് ഫീൽഡ്. അപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സിലൊക്കെയുള്ള ബാച്ചിലർ ഡിഗ്രി പ്ലസ് പ്രിഫേർഡ് മാസ്റ്റർ ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ അറിയാലോ, ബയോ ഇൻഫോർമാറ്റിക്സിലുള്ള എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആൾക്കാര് സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. പോസ്റ്റിന്റെ പേര് റിസർച്ച് സ്പെഷ്യലിസ്റ്റ് IV ബയോ ഇൻഫോർമാറ്റിക്സ്, അതാണ് പോസ്റ്റിന്റെ പേര് കേട്ടോ. പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഫിസിയോതെറാപ്പിയുടെ വേക്കൻസി ഇട്ടിട്ടുണ്ട്.
26/10/2025 ഇന്നലെ പബ്ലിഷ് ചെയ്തതാണ് കേട്ടോ. സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസിയാണ്. അവരതിൻ്റെ അകത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി പ്ലസ് 2 years ഓഫ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വിത്ത് പീഡിയാട്രിക് ഫിസിക്കൽ തെറാപ്പി ഇൻ അൺഅക്രഡിറ്റഡ് ഹെൽത്ത് കെയർ ഓർ റിലേറ്റഡ് എൻവയോൺമെന്റ്. അപ്പോൾ 2 വർഷത്തെ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ഹെൽത്ത് കെയറിലുള്ള പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ എക്സ്പീരിയൻസ് വേണം. ഫിസിയോതെറാപ്പിയിൽ ഡിഗ്രി വേണം. UCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി വേണം. അതായത് നമ്മുടെ നാട്ടിലെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ലൈസൻസും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് ഒക്കെ അവരുടെ സൈറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി അന്വേഷിക്കുന്നവരൊക്കെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത വേക്കൻസി അവർ ഇട്ടിരിക്കുന്നത് പേഷ്യന്റ് കെയർ പാർട്ട്ണറിന്റെ ആണ് കേട്ടോ. പേഷ്യന്റ് കെയർ പാർട്ട്ണറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിരിക്കുന്നത് ഇന്നലെയാണ് കേട്ടോ. 26/10/2025 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പേഷ്യന്റ് കെയർ പാർട്ട്ണർ അപ്ലൈ ബിഫോർ 30/10/2025. അപ്പം 30-ാം തീയതിക്ക് മുമ്പ് അപ്ലൈ ചെയ്യണം കേട്ടോ. അതിന്റെ റിക്വയർമെന്റ്സ് പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് പറഞ്ഞിരിക്കുന്നത് ഹൈസ്കൂൾ ഡിപ്ലോമ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് മെഡിക്കൽ അസിസ്റ്റന്റിലൊക്കെയുള്ള ഗ്രാജുവേഷൻ പ്ലസ് 6 മാസത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് കുറച്ച് സ്കിൽസ് ഉണ്ട്. എന്താണ് ഡെമോൺസ്ട്രേറ്റഡ് എബിലിറ്റി ടു സെൽഫ് റോസ്റ്റർ, മാനുവൽ ഹാൻഡ്ലിംഗ് പ്രൊഫിഷ്യൻസി വിത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഫ്ലുവൻസി ഇൻ റിട്ടൺ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഫ്ലുവന്റ് ഇൻ അറബിക്ക്. ഇത്രയും കാര്യങ്ങൾ അവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അറബി സംസാരിക്കാൻ അറിയുന്നവരായിരിക്കണം എന്ന് അവർ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ GNMO ANMO ഒക്കെ കഴിഞ്ഞ് അറബി ഇംഗ്ലീഷും ഒക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഹെൽത്ത് കെയറിലൊക്കെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് പേഷ്യന്റ് കെയർ പാർട്ട്ണർ. അടിപൊളി പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അവർ റിമൂവ് ചെയ്യും സൈറ്റിൽ നിന്ന്. അപ്പോൾ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഇത്രയും വേക്കൻസീസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇന്നലെ ഇന്നുമായിട്ട് 26/10/2025 27/10/2025 ഈ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. സീനിയർ സ്പെഷ്യലിസ്റ്റ് EMR ചേഞ്ച് സർവീസ്, ക്ലിനിക്കൽ നഴ്സ് PICU, ക്ലിനിക്കൽ നഴ്സ് NICU, റിസർച്ച് സ്പെഷ്യലിസ്റ്റ് IV, ബയോ ഇൻഫോർമാറ്റിക്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, പേഷ്യന്റ് കെയർ പാർട്ട്ണർ. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് അവരുടെ സൈറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഖത്തറിൽ ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.